ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതമന്ദിരം ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള നാലാമത്തേല് ബി എന്ന ചോദ്യവും അത് കൂടാതെ ആറാമത്തെ ചോദ്യവുമാണ്. അപ്പൊ അതിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അറിയണ്ടേ, എങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴും ചോദ്യം നന്നായിട്ട് വായിക്കണം. ചോദ്യം നന്നായിട്ട് വായിച്ച് ചോദ്യത്തിലുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പൊ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പരീക്ഷ കഴിഞ്ഞാലും നമ്മുടെ നോട്ട്ബുക്കിലേക്ക് ചോദ്യങ്ങൾ എഴുതിയിട്ട് ഇതെല്ലാം ആൻസർ ചെയ്യുകയും വേണം. കാരണം ഇനി അടുത്തതും ഈ പാറ്റേണിലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമല്ലോ. അപ്പൊ ഓക്കെ, നമുക്ക് പ്രവർത്തനത്തിലേക്ക് കടക്കാം. ചോദ്യം ഞാൻ വായിക്കാം, നിങ്ങളും ചോദ്യം നന്നായിട്ട് ഒന്ന് വായിച്ചോളൂ, അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. ഒരു പാത്രത്തിൽ 5 ലിറ്റർ പാലുണ്ട്. പാല് 6 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗം ഹരിയും 3 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗം സുധയും എടുത്തു. എന്നിട്ട് ആദ്യം ചോദിച്ചിരിക്കുന്നത് ഹരി എടുത്ത എത്ര ലിറ്റർ പാലാണ്. ഹരി എടുത്തത് എത്രയാണ്? 5 ലിറ്റർ പാലുണ്ട്, അത് 6 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗം. അപ്പൊ എത്രയാ വരിക? 5/6 ആണ് വരിക. ആകെയുള്ളത് 5 ലിറ്റർ പാല്, 6 തുല്യ ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗം. 6ൽ 5 ലിറ്റർ ആണ് ആരെടുത്തത്? ഹരി എടുത്തത്. ഇനി അടുത്തത് സുധ എടുത്ത പാലാണ് ചോദിച്ചത്. സുധ എടുത്തത് എത്രയാ? 3 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗം സുധ എടുത്തു. അപ്പൊ 3 തുല്യ ഭാഗമാക്കണം. 5 ലിറ്റർ ആകെയുള്ള പാൽ, അത് 3 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗം ആരെടുത്തു? സുധ എടുത്തു. പിന്നെ പറഞ്ഞിരിക്കുന്നത് സി, 2 പേരും കൂടി ആകെ എത്ര ലിറ്റർ പാലെടുത്തു. അതെങ്ങനെയാ കാണാ? ഇവിടെ നോക്കാം. 6ൽ 5 കൂട്ടണം 3ൽ 5. ഇവിടെ നോക്കുമ്പോൾ ഡിനോമിനേറ്റർ ഛേദം തുല്യമല്ല, തുല്യമാക്കണം. അപ്പൊ നമുക്ക് ആദ്യം 6ൽ 5 അതുപോലെ തന്നെ എഴുതാം. 6ൽ 5 കൂട്ടണം 3നെ 6 മാറ്റണം. 3നെ 6 മാറ്റാൻ എന്തുകൊണ്ട് ചെയ്താൽ മതി? 2 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലേ? അപ്പൊ 3 2 6. അതുകൊണ്ട് മാറ്റം വരാതിരിക്കാൻ 5നെയും 2 കൊണ്ട് ഗുണിക്കാം. 5 2 എത്രയാ വരിക? 10. അപ്പൊ നമുക്ക് ആകെ എത്ര കിട്ടാം? 10 5 15/6. അതായത് എത്ര കിട്ടും? 6 2 12. 6ഉം 2ൽ ബാക്കി എത്രയാ വരിക? 6 2 12 3 15 വരിക അല്ലേ? ഇത് ഒന്നും കൂടെ ചുരുക്കി എഴുതാം. 3/6 അല്ലേ? അപ്പൊ നമുക്ക് 2ഉം 3/6 ചുരുക്കി എഴുതിയ ആരെയാണ് കിട്ടുക? 2.5 ലിറ്റർ പാലാണ് 2 പേർക്കും കൂടെ കിട്ടിയത്. ഓക്കെ ആയല്ലോ. ഇനി അതില് അടുത്ത പറഞ്ഞിരിക്കുന്നത് ഡി ആണ്. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത്? നമുക്കൊന്ന് നോക്കാം. എ, 10നെ 6 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗമാണ് 10ൽ 6. നോക്കൂ, 10നെ 6 തുല്യ ഭാഗമാക്കണം. അങ്ങനെയാണെങ്കിൽ 10/6 വരിക അല്ലേ? ഇവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? 6/10 അതുകൊണ്ട് അത് തെറ്റാണ്. ഇനി അടുത്തത് 6നെ 10 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗം 1നേക്കാൾ കൂടുതലാണ്. നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 6നെ എന്ത് ചെയ്യണം? 10 തുല്യ ഭാഗമാക്കണം. അപ്പൊ 10ൽ 6 എന്ന് പറയുന്നത് 1നേക്കാൾ കൂടുതലാണ്. ഇവിടെ നോക്കൂ, 1നേക്കാൾ കൂടുതലാണോ? അല്ല, 1നേക്കാൾ കുറവാണ്. അപ്പൊ അതും തെറ്റ്. ഇനി അടുത്ത സി, 10നെ 6 തുല്യ ഭാഗമാക്കിയതിൽ, 10നെ 6 തുല്യ ഭാഗമാക്കിയതിൽ പിന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു ഭാഗവും 5നെ 3 തുല്യ ഭാഗമാക്കിയതിൽ, നോക്കൂ, 5നെ 3 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗവും തുല്യമാണ്, ഈക്വൽ ആണ്. നമുക്ക് ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്. നോക്കാം. 10/6. നോക്കൂ, ഇതിനെ 2 കൊണ്ട് ഹരിച്ചതാണ് 5, 6നെ 2 കൊണ്ട് ഹരിച്ചതാണ് 3. അപ്പൊ അത് 2 ഈക്വൽ ആണ് അല്ലേ? അപ്പൊ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടി. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മറ്റേതും കൂടെ വെറുതെ ഒന്ന് നോക്കിയേക്കാം. 10/6 എന്നത് 1നേക്കാൾ കുറവാണ്. നോക്കൂ, 10/6 എന്നത് 1നേക്കാൾ കുറവാണ് ഇല്ല, അവിടെ ന്യൂമറേറ്റർ അംശം കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് 1നേക്കാൾ കൂടുതലാണ്. അപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? അപ്പൊ 4 ബി എന്ന ആൻസർ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആറാമത്തെ ചോദ്യമാണ്. നമുക്കൊന്ന് നോക്കല്ലേ. ചോദ്യം 2 3 പ്രാവശ്യം കൃത്യമായി നിങ്ങൾ വായിച്ചിരിക്കണം. ഓക്കെ. അടുത്ത 6ല് എ എന്ന ചോദ്യം. ഒരു ചതുരത്തിന്റെ പരപ്പളവ് 96 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. ഇതേ നീളവും വീതിയുമുള്ള ചതുരപ്പെട്ടിയുടെ വ്യാപ്തം 96 ഘന സെന്റിമീറ്റർ ആണ്. പെട്ടിയുടെ ഉയരത്ര. നോക്കൂ, ഇതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നീളവും വീതിയും തമ്മിൽ ഗുണിച്ചപ്പോൾ 96 കിട്ടി.
ഇവിടെയോ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം കൂടെ ഗുണിച്ചപ്പോൾ 96 കിട്ടി. അപ്പൊ നിങ്ങൾക്കൊന്ന് ക്ലിക്ക് ആയോ? അങ്ങനെയാണെങ്കിൽ ഉയരം എത്രയാ നോക്കൂ. നീളവും വീതിയും ഗുണിച്ചപ്പോ 96ആണ്. നീളവും വീതിയും ഉയരവും കൂടെ ഗുണിച്ചപ്പോ 96ആണ്. അപ്പൊ 96നെ ഏതുകൊണ്ട് ഗുണിക്കുമ്പോഴാ 96 തന്നെ കിട്ടുക? ഒന്നാണ് അതിന്റെ ആൻസർ. അത്രേ ഉള്ളൂ. അപ്പൊ കാരണം ഇതിന്റെ നീളം വീതി ഉയരവും ഉണ്ട്. പെട്ടിയുടെ ഉയരം എത്രയാണ്? 1 സെന്റിമീറ്റർ ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ? നിസ്സാര ചോദ്യമാണ്. ഓക്കെ, ഇനി അടുത്തത് ബി. അതിലെ പറഞ്ഞിരിക്കുന്നത് ചതുരാകൃതിയായ ഒരു നീന്തൽ കുളത്തിൽ 2,50,000 ലിറ്റർ വെള്ളമുണ്ട്. കുളത്തിന് 2 മീറ്റർ ആഴമുണ്ട്, 10 മീറ്റർ വീതിയുണ്ട്. ഈ കുളത്തിന്റെ പകുതി ഉയരത്തിൽ വെള്ളമുണ്ടെങ്കിൽ കുളത്തിന്റെ നീളം എത്ര? അപ്പൊ എല്ലാവരും ചോദിക്കും കുളത്തിന്റെ പകുതി ഉയരത്തിൽ വെള്ളമുണ്ട്. എല്ലാവരും അതിന്റെ പുറകെ ചിലപ്പോൾ അങ്ങനെ പോകും. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ ഒരു കാര്യം തന്നിട്ടുണ്ട്, 2,50,000 ലിറ്റർ വെള്ളം. പിന്നെ നോക്കൂ, മറ്റുള്ള അളവുകളൊക്കെ തന്നിരിക്കുന്നത് 2 മീറ്റർ 10 മീറ്റർ ആണ് തന്നിരിക്കുന്നത്, മീറ്റർ ആയിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഘനമീറ്റർ ആക്കാൻ വേണ്ടിയിട്ട് 1000 കൊണ്ട് ഹരിച്ചാൽ മതി. 2,50,000 1000 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 250 മീറ്റർ ക്യൂബ് വെള്ളമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിന്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നീളം കണ്ടുപിടിക്കണം. നീളം കണ്ടുപിടിക്കണമെങ്കിൽ പകുതി ഉയരത്തിലാണ് വെള്ളം. പകുതി ഉയരത്തിലായതുകൊണ്ട് അതിന്റെ ഉയരം എച്ച് എന്ന് പറയുന്നത് 1 മീറ്റർ വരും. വീതി വരുന്നത് എത്രയാണ്? 10 മീറ്റർ ആണ് വരുന്നത്. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? നീളം. നീളം കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? വ്യാപ്തത്തെ 250നെ ഉയരവും 1 ഗുണിക്കണം, വീതി 10 കൊണ്ട് ഹരിക്കണം. അപ്പൊ നോക്കൂ, ഇത് രണ്ടും വെട്ടിപ്പോവും. ബാക്കി എത്രയാണ് വരുന്നത്? 25 മീറ്റർ ആണ് വരുന്നത്. അപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇവിടെ സെന്റിമീറ്റർ ആണെങ്കിൽ വ്യത്യാസം വരും. ഘനമീറ്റർ ആയതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പമാണ് ചെയ്യാൻ. ഇനി അടുത്തത് നല്ലൊരു ചോദ്യമാണ്. ഈ കുളത്തിൽ കുറെ വെള്ളം കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു. എത്രയാണെന്നൊന്നും നമ്മളോട് പറയുന്നില്ല. ഇപ്പോൾ കുളത്തിൽ 40 സെന്റിമീറ്റർ ഉയരത്തിൽ വെള്ളമുണ്ട്. കുളത്തില് വെള്ളം 40 സെന്റിമീറ്റർ ഉയരത്തിലാണ് വെള്ളം ഉള്ളത്. എന്നിട്ട് പറയാണ് കുളത്തിലുള്ള വെള്ളത്തിന്റെ അളവ് കണ്ടെത്തുന്നതിനുള്ള ക്രിയ ഏതാണ്? നമ്മളോട് ആൻസർ ഒന്നും ചോദിച്ചിട്ടില്ല, അതിന്റെ ക്രിയയാണ് ചോദിച്ചത്. അപ്പൊ ഇങ്ങനെ 4 ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഓപ്ഷൻ നോക്കിയിട്ട് ഏതാണ് ശരി എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ ആദ്യത്തത് നോക്കുക, 2500 ഗുണിക്കണം 1000 ഗുണിക്കണം 40/1000. ഇങ്ങനെ ഓരോന്നും നിങ്ങൾ നോക്കുക. ഇവിടെ 60 തന്നിരിക്കുന്നത്. ഇതല്ല, അല്ല, മനസ്സിലായില്ല? നമുക്ക് ഒറ്റയടിക്ക് കണ്ടെത്താം. പിന്നെ 25 × 10 × 40 ഇതും അല്ല എന്ന് ഒറ്റയടിക്ക് നമുക്ക് കണ്ടെത്താം. പിന്നെയുള്ളത് ഏതാണ്? ഇവിടെ 2500 ഗുണിക്കണം 1000 ഗുണിക്കണം 40/1000 ആണ്. അപ്പൊ ഇതിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരുന്നത്. അപ്പൊ ഈ ഓപ്ഷൻ തരുമ്പോൾ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് അളവ് കണ്ടെത്തുന്നതിനുള്ള ക്രിയ ചുവടെയുള്ളതിൽ ഏതാണെന്ന് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഉത്തരം നമ്മൾ ഇതാണെന്ന് പറഞ്ഞപ്പോഴും പലർക്കും സംശയം ഉണ്ടാവും, ഇത് എങ്ങനെ കിട്ടി? നമുക്കറിയാം ഈ ഇതിന്റെ നീളം എന്ന് പറയുന്നത് 25 മീറ്റർ ആണ്. നമുക്ക് തന്നിട്ടുള്ള ഉയരം 40 സെന്റിമീറ്റർ ആണ്. മീറ്ററും സെന്റിമീറ്ററും കൂടി ഇട്ടിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 25 മീറ്ററിനെ സെന്റിമീറ്റർ ആക്കി. അപ്പോഴാണ് 2500 വന്നത്. പിന്നെ ഇവിടെ 10 മീറ്റർ ആണ് വരുന്നത് അല്ലേ അതിന്റെ വീതി. അപ്പൊ 10 മീറ്ററിനെ സെന്റിമീറ്റർ ആക്കുമ്പോഴാണ് 1000 വരുന്നത്. ഇൻറ്റു 40/1000 ആണ്. ഇവിടെ 60 ആണ്, അതുകൊണ്ടല്ല. ബാക്കിയൊക്കെ ഇവിടെ ശരിയായിരുന്നു. ഇവിടെ നോക്കുമ്പോൾ മീറ്ററും സെന്റിമീറ്ററും കൂടെ വന്നു, അത് ഓക്കെ അല്ല. പിന്നെ ഇവിടെ 60 അല്ല, തന്നെയല്ല മീറ്ററും സെന്റിമീറ്ററും. ഓക്കെ ആണല്ലോ? ഇപ്പൊ കൂട്ടുകാർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് നോക്കിയതിന് ശേഷം ഏതാണ് ക്രിയ എന്ന് കണ്ടെത്തുക. നിങ്ങൾക്ക് അറിയുമോ എന്നറിയാനാണ് ഈ ഓപ്ഷൻ തരുന്നത്. ഓപ്ഷൻ തന്നാൽ നമുക്ക് പണി എളുപ്പം. അപ്പൊ ഇതോടുകൂടെ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് കൃത്യമായി പഠിക്കുക. അതോടൊപ്പം അധ്യാപകർ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, കുട്ടികൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ, നിങ്ങളൊക്കെ ഉന്നത വിജയങ്ങൾ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം അല്ലേ? ഓക്കെ, ലവ് യു ഓൾ, ബൈ.